ഫ്രണ്ട്സ്, മൈ പോസിറ്റീവ് വൈബ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പെറ്റൂണിയ ചെടികൾ ഇനി വരുന്ന സമയങ്ങളിലൊക്കെ കാലാവസ്ഥ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് തണുപ്പും ചൂടും ഉള്ള ഒരു കാലാവസ്ഥയാണ് ഇപ്പം വരുന്നത്. ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിലെല്ലാം ചൂടുള്ള അന്തരീക്ഷം ഉണ്ടാകുന്നൊരു കാലാവസ്ഥയാണ് നമുക്കിനി ഉണ്ടാകുന്നത്. അത് പെറ്റൂണിയയ്ക്ക് അത്ര ഒരു നല്ല കാലാവസ്ഥ ആയിരിക്കില്ല. അപ്പം അതിൽ നിന്നും നമ്മുടെ പെറ്റൂണിയ ചെടികളെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്നുള്ള ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പെറ്റൂണിയ ചെടികൾ പൊതുവേ തണുപ്പ് ആഗ്രഹിക്കുന്ന ചെടികളാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടുള്ള സമയങ്ങളിൽ ഈ ഒരു പെറ്റൂണിയ ചെടികൾക്ക് ചോട്ടിൽ തണുപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോട്ടി മിക്സ് ചൂടായി അതിൻ്റെ വേരുകളൊക്കെ ഇങ്ങനെ വെന്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. വെള്ളം ഒഴിക്കുന്ന സമയത്ത് പോട്ടി മിശ്രിതം ചൂടാണെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം പോട്ടി മീഡിയയിൽ ചെന്നിട്ട് അതിലേക്ക് ആ ഉള്ള ചൂട് മേളിലോട്ട് വരികയും ആ ഒരു ആവിച്ച ഒരു ഇത് വരുമ്പോഴത്തേക്കും അതിൻ്റെ വേരുകളെല്ലാം അവിഞ്ഞ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പൊതുവെ ഈ ചൂട് സമയങ്ങളിൽ പെറ്റൂണിയ ചെടികൾ നാശമായി പോകുന്നതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു കാരണം. ഈ ഒരു അവസ്ഥയൊന്നും നമ്മുടെ പെറ്റൂണിയ ചെടികൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ഇതിന് ചെയ്തു കൊടുക്കാൻ കഴിയും. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ കരിയിലകളുണ്ടല്ലോ, കരിയിലകൾ നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഇതിൻ്റെ ചോട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓവറായിട്ട് ഇട്ട് കൊടുക്കരുത്. കാരണം നമ്മുടെ പോട്ടി മീഡിയയിൽ വായുസഞ്ചാരമൊക്കെ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചിലപ്പം ഇതിന് ചോട്ടിൽ ചീയലുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓവറായിട്ട് ചെയ്യരുത്. കുറച്ചൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പോട്ടി മിശ്രിതത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പ് നിലനിർത്താൻ ഈ ഒരു കാര്യം കൊണ്ട് സാധിക്കും. ഇങ്ങനെ നമ്മൾ ഇല ഇങ്ങനെ പൊടിച്ചിടുന്ന ആ ഒരു രീതിക്ക് നമ്മൾ പൊതുവെ പറയുന്ന പേര് പുതയിടുക എന്നാണ്. പണ്ട് കാലത്ത് എല്ലാ ചെടികളുടെയും ചോട്ടിൽ ഈ ഒരു ചൂട് സമയത്ത് ചെയ്തു കൊടുക്കുന്ന ഒരു പ്രോസസ്സാണിത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലും ഫോളോ ചെയ്യാവുന്നതാണ്. പിന്നെ ചൂട് കൂടുതലുള്ള ഇലകൾ, അതായത് തേക്കിൻ്റെ പോലെയുള്ള ഇലകളൊന്നും ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്ലാവില അങ്ങനെയുള്ള ഇലകളൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ചോട്ടിൽ കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു തണുപ്പ് നിലനിർത്തിക്കൊണ്ട് പെറ്റൂണിയ ചെടികളെ സംരക്ഷിക്കാൻ കഴിയും കേട്ടോ. പിന്നീട് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യം, മണ്ണും ചകിരിച്ചോറും കൂടെ മിക്സ് ആക്കിയിട്ട് അത് നമുക്ക് കുറേശ്ശെ പോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അങ്ങനെ ചെയ്ത് കൊടുത്താലും ഈ ചകിരിച്ചോറുള്ളതിൻ്റെ പേരിൽ ആ ഒരു ഈർപ്പം അത്യാവശ്യം പോട്ടിൽ തങ്ങി നിൽക്കുകയും ചെടികൾ ഫ്രഷായിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നീട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും കുറച്ച് ഉണ്ടോ അല്ലെങ്കിൽ ഈർപ്പം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചൂടുള്ള കാലാവസ്ഥയിൽ നമുക്ക് പെറ്റൂണിയ ചെടികളെ നല്ല രീതിയിൽ സംരക്ഷിച്ച് നന്നായിട്ട് തന്നെ ഫ്രഷായിട്ട് തന്നെ നിർത്താൻ സാധിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ പോട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന പോട്ടി മീഡിയയാണ്. ഇതിനകത്ത് ചകിരിച്ചോറും മണ്ണും കൂടെ ചേർന്നിട്ടുള്ളൊരു മിശ്രിതമാണ് ഞാൻ ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഈർപ്പമുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം കൊടുക്കാറുള്ളൂ. ഞാൻ 1.5 അട മാത്രമാണ് ഇങ്ങനെയുള്ള പോട്ടി മീഡിയത്തിൽ വെള്ളം കൊടുക്കാറുള്ളൂ. പല രീതിയിൽ നമ്മൾ പോട്ടി മിശ്രിതം ഉപയോഗിച്ച് പെറ്റൂണിയ ചെടികൾ നട്ടു കൊടുത്തിട്ടുണ്ട്. മണ്ണ് മാത്രമുള്ള പോട്ടി മീഡിയത്തിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. ചകിരിച്ചോറ് കൂടുതലുള്ള പോട്ടി മീഡിയത്തിൽ നമ്മൾ ഇതേപോലെ വീണ്ടും ചകിരിച്ചോറ് ചേർക്കണം എന്നില്ല. അപ്പോൾ ഇത് ഓൾറെഡി ചകിരിച്ചോറ് ഉള്ളതിൻ്റെ പേരിൽ നമുക്കിനി ഇതിനകത്തൊന്നും ചെയ്യേണ്ടത്. അപ്പോൾ കൂട്ടുകാർക്ക് വേനൽക്കാലത്ത് പെറ്റൂണിയ ചെടികൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പെറ്റൂണിയെക്കുറിച്ചുള്ള എനിക്കുള്ള അറിവുകളെല്ലാം നമ്മൾ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അറിയണം എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാകണം. അടുത്ത ദിവസം നല്ല വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബായ്.